ഹലോ, വെൽക്കം ബാക്ക് ടു ഷിബീസ് കിച്ചൺ ഡയറീസ്. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനിന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും എയർ ഫ്രയർ അവൈലബിൾ ആണല്ലോ. അപ്പോൾ എയർ ഫ്രയർ വെച്ചിട്ട് എങ്ങനെ എഗ് പഫ്സ് ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതിനായിട്ട് ഞാനിതുപോലെ ചോപ്പറിൽ ഓണിയൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2-3 എഗ്ഗും കൂടി ബോയിൽ ചെയ്തിട്ടുണ്ട്. സോ ഇതിനായിട്ട് ഞാനൊരു പാനിലിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ ഒന്നിട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ സോട്ട് ചെയ്തെടുക്കുക. ഈ സമയം നമുക്ക് കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സോട്ടായി കിട്ടും. ഒരുപാടങ്ങ് സോട്ടാവേണ്ട ആവശ്യമില്ല. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്കിത് പൊടികളൊക്കെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഫോമിൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ആ പൊടികളുടെ പച്ചമണമൊക്കെ പോകുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പഫ് പേസ്ട്രി അവൈലബിൾ ആണ് കേട്ടോ. റെഡിമെയ്ഡ് പഫ് പേസ്ട്രിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സ്വിറ്റ്സിൻ്റെ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഞാനൊരു ഷീറ്റിലേക്ക് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗും മസാല ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഓണിയൻ മസാല ഇതുപോലെ വെച്ചതിന് ശേഷം എഗ്ഗും കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിത് എഗ് വാഷ് ചെയ്തെടുക്കണം. ഇപ്പം എല്ലാ പഫ്സും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് വാഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് വാഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ എയർ ഫ്രയറിലാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു ഷീറ്റ് എയർ ഫ്രയറിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാനിത് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എല്ലാ എയർ ഫ്രയറിലെയും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും. ഞാനിവിടെ 180 ഡിഗ്രിയിൽ ഫസ്റ്റ് ഒരു 12 മിനിറ്റ്സ് ആണ് കേട്ടോ വെച്ചത്. ഓവറായി പോയി കഴിഞ്ഞാൽ നമ്മളുടെ പഫ്സ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നവരൊക്കെ ഒരു കുറച്ച് ടെമ്പറേച്ചർ കുറച്ച് ഒരു മിനിമം ടൈം കീപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ 12 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ പഫ്സ് ഓൾമോസ്റ്റ് ഓക്കെ ആണ്. പക്ഷേ ഒന്നും കൂടെ അതിൻ്റെ മേൽഭാഗം കുക്കാവാനുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. സോ ഞാനൊരു 8 മിനിറ്റ്സും കൂടെ എയർ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. സോ ഒരു 8 മിനിറ്റ്സും കൂടി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് പഫ്സ് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് അതിൻ്റെ ടോപ്പ് പോർഷനൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ സ്ട്രക്ചർ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.